വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സഹോദരൻ ഹരിദാസ്. തുടർച്ചയായി പരാതി വരുന്നതിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് സംശയം. ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അംബേദ്കറിനെയും അയ്യങ്കാളിയെയും പുതിയ തലമുറ അറിയരുത് എന്ന് ചിലർ ആഗ്രഹിക്കുന്നുവെന്നും ഹരിദാസ് പറയുന്നു. ഇപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചേട്ടന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമുക്ക് അനിയത്തി അച്ഛനൊക്കെ ആയിട്ട് താമസിക്കുന്ന നമ്മൾ ചെറിയൊരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അറിയാലോ. അതാണ് അതിൻ്റെ പരാതികൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ബന്ധപ്പെടുക ചെയ്തോ? ഇല്ലില്ല, പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഒരു പരാതി സ്വീകരിച്ചു, അവർ ഫയലിൽ സ്വീകരിച്ചു എന്ന് അറിയണത് നിങ്ങൾ തന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ട്രോമ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രമല്ല, നമ്മൾ ബെയിലിനെ അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക, മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത്. ഇതിനകത്തൊരു ഗൂഢാലോചന സംശയിക്കട്ടെ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധാരണക്കാരനല്ലേ. നമ്മളെന്തുകൊണ്ടാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടൊരു സംശയം സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുമല്ലോ. വേടന്റെ പോലത്തെ ഒരു അവസ്ഥ ശരിക്കും നിരന്തരമായി വിഷയം വരുമ്പോൾ ഭയങ്കര മാനസികമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ കയറി വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നിരുന്ന സമയം തൊട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എന്നെയൊക്കെ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരെയൊക്കെ ഇത് ബാധിക്കുകയാണ്. അവർക്കും അവരുടെ ജോലി ഇതിന്നൊക്കെ വരുമാനം കൊണ്ടാണ് അവരും ജീവിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഇതൊന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യനാണ്. നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും എന്നെ അറിയാം. അപ്പോൾ അവർ ചോദിക്കും എന്താണ് അങ്ങനെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് വരുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ചെറുചിരിയോടെ അത് മാറ്റുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും. ഏത് കാലം തൊട്ട് ഇത്ര ക്രൂരമായ സംവിധാനം വന്നു തുടങ്ങി? ഇതിപ്പോൾ റീസെൻ്റ്ലി ആണ് ഇത് ഇത്രയും പ്രകടമായിട്ട് വന്നു തുടങ്ങിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുമ്പ് നമുക്ക് വരാറുണ്ട്. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ നിലയ്ക്കായിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നടരാജ് പരശുറാം വിവരണവുമായി ചേരുന്നു. നടരാജ്, ഏത് സാഹചര്യത്തിലാണ് വേടന്റെ സഹോദരന്റെ ഈ പ്രതികരണം? കുടുംബത്തിന് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് വേടന്റെ സഹോദരൻ പറയുന്നു. വലിയ ട്രോമയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ വരുന്നത് കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട് എന്ന് വേടന്റെ സഹോദരൻ പറയുന്നു. വേടൻ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. വേടനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ തന്നെ ഈ ആരോപണങ്ങളും മറ്റും ബാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അംബേദ്കറിനെയും അയ്യങ്കാളിയെയും പറ്റിയാണ് വേടൻ പലപ്പോഴും സംസാരിക്കുന്നത്. ഇവരെപ്പറ്റി പുതിയ തലമുറ അറിയരുതെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അവരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കാം എന്ന് വേടന്റെ സഹോദരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേടനോട് മറ്റും പോലീസുകാർ ഇതിനെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രതികരണം വരുന്നത് വേടനെതിരെ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലും അതിന് പിറകെ കൂടുതൽ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലുമാണ്. ഈ ആരോപണങ്ങളിലേക്ക് തന്നെ നിജസ്ഥിതി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേടന്റെ കുടുംബം കത്തെഴുതിയിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളും ശരിയാകണമെന്നില്ല, പലതും ഗൂഢാലോചനയുടെ ഭാഗമാണ്. പലരും ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി വേടന്റെ വളർച്ച തടയുകയാണോ എന്ന് സംശയമുണ്ട് എന്ന് കുടുംബം പറയുന്നു. വേടന്റെ സഹോദരിയും അച്ഛനും ഒക്കെ തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും വേടന്റെ സഹോദരൻ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ കുടുംബം സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബം കത്ത് നൽകിയിട്ടുണ്ട്.